ഗാസയെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന അമേരിക്ക കത്തിയമരുന്നു. അമേരിക്കയുടെ സഹായത്താൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ചുടലപ്പറമ്പായ ഗാസയുടെ കൂട്ടനിലവിളിയും കണ്ണീരും ലോക മനസാക്ഷിയുടെ നെഞ്ചുലച്ചതാണ്. പക്ഷേ കർമ്മ എന്നൊന്നുണ്ടെങ്കിൽ അമേരിക്കയും ഇപ്പോൾ ഗാസയുടെ അതേ അവസ്ഥയിലാണ്. അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്ന ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ശവപ്പറമ്പായി മാറിയ ഗാസയാണ്. അമേരിക്കയുടെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലും കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഗാസയുടെ 3 ഇരട്ടി വരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണിപ്പോൾ നാമാവശേഷമായത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ ഗാസയുടെ ചിത്രങ്ങളും കാട്ടുതീയിൽ എരിഞ്ഞമർന്ന കാലിഫോർണിയയുടെ ചിത്രങ്ങളും തമ്മിൽ അധികം വ്യത്യാസങ്ങളില്ല. ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്ന സമാധാനവും സന്തോഷവും പങ്കുവച്ചിരുന്ന ഗാസയെ തകർത്തത് അമേരിക്കൻ ബോംബുകളാണ്. ജീവന്റെ തുടുപ്പുകൾക്കിനി അവിടെ പ്രവേശനമില്ലെന്ന് തോന്നിപ്പിക്കും വിധമുള്ളതാണ് ശവപ്പറമ്പായി മാറിയ ഗാസയുടെ ചിത്രങ്ങൾ. അന്ന് ഗാസയെ ഇല്ലാതാക്കാൻ ബോംബുകളും മിസൈലുകളും നൽകിയ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നും ലോസ് ആഞ്ചൽസിൽ നിന്നും പുറത്തുവരുന്ന ചിത്രങ്ങളും നമുക്ക് തരുന്നത് ഗസയുടേതിന് സമാനമായ നടുക്കമാണ്. രണ്ടിടങ്ങളിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സമാനതകൾ ഏറെയാണ്. അവനവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവനവന് തന്നെയാണ് എന്നുള്ളതിനെ അർത്ഥവത്താക്കുന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും കപടമുഖമണിഞ്ഞ അമേരിക്ക ഗസയിലെ ജീവനുകളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കൂട്ടുനിന്നപ്പോൾ സ്വപ്നത്തിൽ പോലും അവർ ഓർത്തു കാണില്ല തങ്ങൾക്കും അതേ അവസ്ഥയിലൂടെ കടന്നുപോകേണ്ടി വരുമെന്ന്. അമേരിക്കയിൽ 30,000 ഏക്കറിലധികം വരുന്ന പ്രദേശങ്ങൾ ഇതിനോടകം കത്തി നശിച്ചു. അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ അയച്ച ബോംബുകളിലും മിസൈലുകളിലും ഗാസ ചിന്നിച്ചിതറിയപ്പോൾ കാലിഫോർണിയയെ ചാമ്പലാക്കി മാറ്റിയത് കാട്ടുതീയാണ്. ഇരു രാജ്യങ്ങളിലെയും മനുഷ്യരുടെ ദുരിതങ്ങൾക്ക് സമാനതകൾ ഏറെ. കയ്യിൽ കിട്ടിയതു മാത്രമായി ജീവനും കൊണ്ട് ഓടേണ്ടി വന്നവരാണ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ. ഒരായുസ്സുകൊണ്ട് നേടിയെടുത്തതൊക്കെയും തകർന്നടിയുന്നത് നോക്കി നിൽക്കാൻ പോലുമാകാതെ പ്രിയപ്പെട്ടവരുമായി ജീവന് വേണ്ടി ഓടേണ്ടി വന്നവർ. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാലിഫോർണിയയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചത്. ഗസയിൽ നിന്നും അഭയാർത്ഥികളായി മാറ്റപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന്റെ വിലയാണ് അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് തന്നെ പറയാം. അന്ന് ഗാസയെ ആക്രമിക്കുന്നതിനായി അമേരിക്ക ഇസ്രയേലിന് നൽകിയത് $150 ബില്യൺ. ഇന്ന് ആളിപ്പടരുന്ന കാട്ടുതീയിൽ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കെടുത്താൽ ഏകദേശം അത്രയും തന്നെ വരും. ഗാസയെ ഇല്ലാതാക്കിയിട്ട് അമേരിക്ക എന്ത് നേടി എന്നതിന് ഉത്തരമായി ഇപ്പോഴത്തെ ഈ അവസ്ഥയെ കാണാം. ഗാസ നാമാവശേഷമായപ്പോൾ നോക്കി നിന്ന ദൈവം അമേരിക്കയ്ക്കും അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയെന്ന് പറയാനാകില്ലെങ്കിലും അമേരിക്ക ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് അമേരിക്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ അധികം ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ചു. തല ചായ്ക്കാനുള്ള കൂര നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അനാഥരും അഭയാർത്ഥികളുമായി മാറിയവരുടെ കണക്ക് വളരെ വലുതാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ സമാനമായ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും തങ്ങൾ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അമേരിക്കയ്ക്ക് തിരിച്ചറിവുണ്ടാകുമോ എന്നത് ചോദ്യചിഹ്നമാണ്. അമേരിക്കയിൽ പടർന്നു കയറുന്ന കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. നിരവധി ബോളിവുഡ് താരങ്ങളുടേതുൾപ്പെടെയുള്ള ആഡംബര ഭവനങ്ങളും അഗ്നിക്കിരയായി. ജനുവരി 7-നാണ് അമേരിക്കയിൽ കാട്ടുതീ ഉയരാൻ തുടങ്ങിയത്. സാങ്കേതികതയിൽ ഇത്രയധികം ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിന് കാട്ടുതീയെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിന്റെ കടുത്ത ആക്ഷേപങ്ങളാണ് ഉയരുന്നത്.